ജോലി മുഖ്യം, കാശുണ്ടാക്കാനല്ലേ വന്നത്. ടിക്ടോക്കിൽ പിന്നെയാണെങ്കിലും കറക്റ്റ്. ജോലി ചെയ്താലല്ലേ കാശുണ്ടാവുള്ളൂ. വെറുതെ ഇരുന്ന കാശുണ്ടാവുമോ? അത്ര ചിന്തിച്ചാൽ മതി. അതെ ചേച്ചി, അതാ ചേച്ചിക്ക് പിന്നെ ജോബ് പോലെ ഒരു മാങ്ങാത്തൊലി ഇങ്ങനെ ഇരിക്കുക. ജോബ് ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല. സുഖാണോ? പിന്നെ സുഖമാണ് ഡേഞ്ചറേട്ടാ. ഇന്നത്തെ കഥ പറയും. ഇന്നത്തെ കഥയോ? ഇന്നത്തെ ഇന്നത്തെ കസ്റ്റമർ അയ്യോ 28 വയസ്സിട്ടാ. പക്ഷെ നല്ല അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ട്. ഇത് അവർക്ക് തന്നതാ. ഇത് ടിപ്പ്. ഇത് ആ ചെക്കൻ തന്നതായിരിക്കും ടിപ്പ്. എൻ്റെ ചില്ലറൊന്നും ഉണ്ടായില്ല. എനിക്ക് പൈസയും തരുകയും ചെയ്തു. ടിപ്പ് പോവാൻ നേരത്തതാ 20 രൂപ തരുകയും ചെയ്തു. ഇതാണ് സ്നേഹമുള്ള വസ്തുത. അത് കേട്ടാൽ മതി സന്തോഷം. ചേച്ചിയുടെ കളർ എവിടെയാണ്? ചേച്ചി ഹെയർ കളർ എവിടേക്കും? ഇവിടെ നല്ല കസ്റ്റമർ എന്ന് പറഞ്ഞാണല്ലോ ഇതേപോലെ ഇരിക്കുന്നു. ചെറിയ ചെക്കനാ, 28 വയസ്സ്. പക്ഷെ നല്ല വണ്ണമുണ്ട്. ആടത്തു നല്ല വണ്ണമുള്ളു. അപ്പോൾ ഞാനൊരു കാര്യം പാവം പറയാം, ചേച്ചി എനിക്ക് നാണാന്ന് പറഞ്ഞു. ഇത് നോക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് നോക്കുന്നവരുണ്ട്. എത്തി നോക്കുന്ന എടാ പാവം തോന്നുന്നുണ്ടാ. എന്തായിരിക്കും? നല്ല ചക്കനായിരുന്നു, പഞ്ചമം. പക്ഷെ പാവ ചക്കൻ. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? ഗുയിസ്? ഇന്നലെ ആരും ഒന്നും മിണ്ടണില്ല. ഈ കുട്ടികളൊന്നും മിണ്ടണില്ലല്ലോ. എന്തായിരിക്കും? ചുണ്ടിങ്ങനെ എന്തായിരിക്കും ഗുയിസ്? നശപ ചേച്ചി എവിടെ? ഇൻഷുറൻസ് എടുത്തോ ബിജി? സാധനം വിടത് ആയിരിക്കും. ഇത് സാധനത്തെ തന്നെയാ. എനിക്ക് സങ്കടമായിടാ. ഇച്ചിരിയേ ഉള്ളൂ, ഒരു കുഞ്ഞത്. നല്ല ചക്ക നല്ല സ്മാർട്ട്, അത്യാവശ്യം നല്ല ഉണ്ട്. പക്ഷെ പാവാട്ടോ. അയ്യോള ഒരു പൊടിക്ക് പോലും ഇല്ല. നോമ്പില്ലാന്ന് പറഞ്ഞു ഈ വർഷം. അടിപൊളെ കണ്ടിരിക്കും. എൻ്റെ സന്തോഷം. എനിക്ക് എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഇച്ചിരി ഉള്ളടി, ഇച്ചിരി. പക്ഷെ പാവാട്ടോ, പാവായിരുന്നു. അയ്യോ അതൊക്കെ പൊടി. പക്ഷെ അതൊക്കെ മേലെ ഒന്നും കുടിച്ചു. പക്ഷെ അതൊക്കെ മേലെ അടിപൊളി ചക്കര. അവരെ പറ്റി പറയുമ്പോൾ അറിയാം ആ വേദന. ഇവിടെ ആ ചക്ക എനിക്ക് 20 രൂപ ടിപ്പ് തരുകയും ചെയ്തു. പോടോ എടാ, ആ പരിപാടിക്ക് എന്നെ കിട്ടില്ല. അങ്ങനത്തെ ഒരാളല്ല. ഓക്കെ. പാലാരി വെട്ടാം. സത്യം നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. കുഞ്ഞെന്ന് പറഞ്ഞിടല്ലോ തീരെ പൊടി. അത് വണ്ണോ ഇല്ല നീളോ ഇല്ല. അല്ല വണ്ണെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ തളർന്ന് കിടക്കുന്നതായിരിക്കും. ഞാൻ ഇങ്ങനെ മസാല കറി തലവടിയൊക്കെ നോക്കി നോക്കി വിചാരിച്ചാൽ ഇവിടെ മണി 10 വരുന്നെങ്കിലും സാധനം അത്രേ ഉള്ളൂ. പക്ഷെ അതുക്ക് മേലെ ചെക്കൻ പൊളിയാട്ടോ ഉള്ളത്. അയ്യോ വെള്ളം തയ്ക്കണു. അയ്യോ എടാ പാവം. എത്ര സമയം എടുത്തു? ഒരു മണിക്കൂറോളം എടുത്ത്.
പോമയില്ലേ അല്ല ഇത് ഇത് ചിടിക്കും ഞാൻ കേട്ടാ ആവശ്യത്തെ കാര്യങ്ങൾ പറഞ്ഞാ എടാ കാണുന്നത് അത്രയും എടുത്തോ എടുക്കാനാണ് പിന്നെ ആശുപത്രി വിളിക്കില്ല വരാൻ പറഞ്ഞിട്ട് ലൈവ് ചേച്ചി ഒന്ന് കുമ്പസാരിക്കുമോ ആ ഇവിടെ ഉണ്ടാ ഹോ മിണ്ടാത്തെ ഷെയറിനെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേ കേക്ക് ഉണ്ട് വലുതും ആശുപത്രിയോട് ഞാൻ പറഞ്ഞില്ല ചക്കനെ കുറിച്ചിന്ന് ആശുപത്രി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സംസാരിച്ച കാര്യമാണ് ഞാൻ കുറച്ചുകൂടി വിളിച്ചില്ലേ ചിരിക്കാനായി വെള്ളം കുടി സത്യം ചിരി വരുമ്പോഴാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് കരുതിൽ ചിരിക്കാൻ പറ്റുമോ ഇല്ലില്ല ആ അത്ര ചിരിച്ചാൽ എത്ര രൂപയാണ് വിജയ് റേറ്റ് തള്ളയോട് ചോദിച്ചു നോക്കും മോനെ ആ എത്ര കളി അപ്പോൾ 10 കളി കളിച്ചു ഞാൻ ചക്കയും കൂടെ തിരിഞ്ഞും പറഞ്ഞും കളിച്ചു ആ കുഴപ്പമില്ല തരുമാളെ പക്ഷെ എനിക്ക് ഇഷ്ടമായതെന്താണെന്നറിയോ എനിക്ക് ഇഷ്ടമായതെല്ലാന്നറിയോ ഒരു സംഭവം എന്തായിരിക്കും ഗുയിസ് എന്തൊക്കെയോ വ്യത്യാസമുണ്ട് എൻ്റെ മുഖത്ത് തലക്കുട്ടി ഇവിടെ ഇരിക്കും കഥ കഴിഞ്ഞിട്ട് പോയാൽ മതി വേറെ എന്തൊക്കെ ചെയ്ത് പറ വെള്ളം കുടിച്ചു വരട്ടെ ഇപ്പൊ നാളെ വേണ്ടു അയ്യ ഒന്ന് മിണ്ടാതിരിക്കും ചക്ക ചേച്ചി പോയോ ഇല്ല പോയില്ല താമസമുണ്ട് അയ്യോ എനിക്ക് ആദ്യം വെള്ളം തറക്കട്ടെ എനിക്ക് വയ്യ എങ്ങനെ മനസ്സിലായി അയ്യോ എങ്ങനെ അയ്യോ അയ്യോ എല്ലാം ഇന്ന് പോക്കഴിഞ്ഞ ആളാ ചേച്ചിയെ ചേച്ചിയെ എല്ലാം പോക്കാണല്ല അതേ പോണ് ഇത് എത്ര പറി ഇന്ന ദിവസം എല്ലാം പോക്കാം എന്താണ് ഇതെന്താ ചേച്ചി ഇന്ന ദിവസം അല്ല ഇങ്ങനെ പോകുന്നേ ഷോ ഇപ്പൊ തെന്നിപ്പോയി അയ്യോ അതേ പിന്നെയും പോയി അയ്യോ ഇതെന്തിങ്ങനെ എപ്പോഴും ഊരിപ്പോണു ആ ഇപ്പൊ ഓക്കെ